ഏപ്രിൽ മാസം 9-ാം തീയതിയായിരുന്നു തിരഞ്ഞെടുപ്പ്. ഏപ്രിൽ മാസം 11-ാം തീയതി ഞങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര 1980 ശേഷം UDF പിടിക്കും, ഫാത്തിമ തഹ്ലിയ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, മന്ത്രിയാകും. ആ വീഡിയോ ഏകദേശം 60,000-ത്തിലധികം ആളുകൾ കണ്ടു. വലിയ റീച്ചുണ്ടായൊരു വീഡിയോ ആണ്. പക്ഷേ പലരും അതിനകത്ത് പരിഹാസ രൂപത്തിൽ എനിക്ക് മറുപടി ഇട്ടു. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം പല കാരണങ്ങളാൽ അപ്പുറത്ത് നിൽക്കുന്നത് അതികായകനാണ്. ഒന്ന്, CPM-ൻ്റെ പിണറായി വിജയൻ കഴിഞ്ഞാൽ നാളെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകാൻ യോഗ്യതയുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് TP രാമകൃഷ്ണൻ. മന്ത്രിയായിരുന്നു, ഇടതുമുന്നണി കൺവീനറാണ്. ഇടതുമുന്നണി കൺവീനർ തോറ്റുപോവുക എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചതാരാ? ഒരു ചെറുപ്പക്കാരി, ഒരു കോഴിക്കോട് കൗൺസിലിലെ വെറും ഒരു കൗൺസിലർ, സാധാരണ ഒരു കൗൺസിലർ. അവർ അവിടെ ചെന്ന് ആദ്യ തുടക്കം തൊട്ട് തന്നെ അവർ അവിടെ വലിയ ബഹളമുണ്ടാക്കി. ഇനി പേരാമ്പ്രയുടെ പ്രത്യേകത എന്താ? പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത്, പേരാമ്പ്ര ബ്ലോക്ക്, ചക്കട്ടപ്പാറ, കായണ്ണ തുടങ്ങിയ കുറേ മണ്ഡലങ്ങളുണ്ട്, ചങ്ങരോത്ത്, ഇങ്ങനെ കുറേ പഞ്ചായത്തുകളുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും UDF-ന് ചങ്ങരോത്ത് പോലുള്ള ചില പഞ്ചായത്തുകളിൽ UDF ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും LDF-ൻ്റെ പഞ്ചായത്തുകളാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ. കണ്ണൂർ ജില്ല പോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയാണ്. തീവ്രവാദമില്ലെന്നേ ഉള്ളൂ. കണ്ണൂരിൽ കുറച്ചുകൂടി ഈ സംഘർഷവും തീവ്രവാദമൊക്കെ ഉണ്ടെങ്കിലും കോഴിക്കോടുകാർക്ക് അങ്ങനെയില്ല. പക്ഷേ വളരെ മനോഹരമായി രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് വേറെ ഒരു വിഷയമില്ലാത്ത ഒരു സ്ഥലമാണ് പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നൊക്കെ പറയുന്നത്. വളരെ കുന്നം മേൽ ആ ഒരു ബെൽറ്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ മറ്റൊരാളുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ വനിത ലീഗിൻ്റെ വനിത ജയിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ആ അട്ടിമറി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ നടത്തിയ അട്ടിമറിയാണ് ഏറ്റവും വലിയ അട്ടിമറി. അത് വലിയൊരു വിഷയമാണ്. അതേസമയം വീണ്ടുമുണ്ട് അട്ടിമറി. പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിയാത്ത, ബൂത്തിൽ പ്രവർത്തനം നടത്താൻ കഴിയാത്ത, ഇന്നിറങ്ങണോ? അപ്പോൾ എല്ലാവരും മറ്റവരൊക്കെ വീട്ടുകാരൊക്കെ പോയോ? നേരത്തെ പോയി. ഞാൻ മാജിക് പ്ലാന്റിലാണ് കുറെ നാൾ ജോലി ചെയ്തോണ്ടിരുന്നത്. എന്റെ വീട് പെട്രോളാണ്. അപ്പൊ കാണാം. ശരി ശരി, അപ്പൊ കാണാം. ഓക്കെ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ തല്ലി ഓടിച്ച് ആശുപത്രിയിലിട്ടു. അദ്ദേഹം പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും സേഫായൊരു സീറ്റ് മലപ്പുറത്ത് കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ തൃശ്ശൂർ കിട്ടുമെന്ന് വിചാരിച്ചു. ഒറ്റപ്പാലത്ത് കിട്ടുമെന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ട്രെയിൻ കയറി ഒറ്റയ്ക്ക് തൃക്കരിപ്പൂർ ചെല്ലുമ്പോൾ, തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന, പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെയായിരുന്ന, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ VPP മുസ്തഫ, മന്ത്രി MV ഗോവിന്ദൻ പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന VPP മുസ്തഫ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് മത്സരിച്ചത്. അവിടെ സന്ദീപ് വാര്യർ ജയിച്ചിരിക്കുന്നു. വലിയ അട്ടിമറിയാണത്. കാരണം അങ്ങനെ വലിയൊരു അട്ടിമറി നടക്കുന്ന കാരണം അവിടെ അങ്ങനെ എളുപ്പമല്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാതെ വേറെ ആളും ചെന്ന് സതീഷ് ചന്ദ്രനൊക്കെ ജയിച്ച സ്ഥലമാണ്. മറ്റൊരാളിന് പോയി അവിടെ നിന്ന് ജയിച്ച് വരിക എളുപ്പമല്ല പ്രവർത്തിക്കാൻ. അവിടെ സന്ദീപ് വാര്യർ അട്ടിമറിച്ചു. പയ്യന്നൂരിൽ അട്ടിമറി നടന്നു. കുഞ്ഞികൃഷ്ണൻ്റെ അട്ടിമറി, TK ഗോവിന്ദൻ്റെ അട്ടിമറി ഇപ്പുറത്ത് തളിപ്പറമ്പിൽ നടന്നു. വലിയ അട്ടിമറി. രമ്യ ഹരിദാസ് എത്രയോ കിലോമീറ്ററുകൾ കഴിഞ്ഞ് ട്രെയിനിൽ കയറി വന്ന് ചിറയൻകീഴ് വന്നിട്ട് അട്ടിമറിക്കുന്നു. ചിറയൻകീഴ് പരമ്പരാഗതമായി CPI-യുടെ മണ്ഡലം, CPI മാത്രം ജയിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ V ശശിയൊക്കെ ജയിച്ചിരുന്ന മണ്ഡലം. രമ്യ ഹരിദാസ് നേരത്തെ MP ആയി മത്സരിച്ച് ഒരു പ്രാവശ്യം ജയിച്ചു. രണ്ടാമത് പ്രാവശ്യം രാധാകൃഷ്ണൻ മന്ത്രിയോട് തോറ്റു. മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനോട് തോറ്റു. രാധാകൃഷ്ണൻ MP ആണ്. അവിടെ നിന്ന് പാട്ടും പാടി ഒരു നിവർത്തി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചിറയൻകീഴ് വന്നു. വലിയ വോട്ടിന് ജയിച്ചിരിക്കുന്നു. വലിയ അത്ഭുതം. രമേഷ് പിഷാരടി ആദ്യകായികയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെയാണ് തോൽപ്പിച്ചത്. സുരേന്ദ്രൻ 30,000 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ വളരെ വലിയ തോതിലാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികൾ തോറ്റിരിക്കുന്നത്. വലിയ അട്ടിമറികളാണ് കേരളത്തിൽ സംഭവിച്ചത്.
വളരെ വലിയ അട്ടിമറികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അട്ടിമറി TP രാമകൃഷ്ണൻ എന്ന ഇടതു മുന്നണിയുടെ കൺവീനറെ, ഇത്രയും എക്സ്പീരിയൻസും പ്രായവും CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയിട്ടുള്ള LDF-ൻ്റെ കൺവീനറായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ കാൻഡിഡേറ്റ്, നാളെ പിണറായി വിജയൻ LDF വരികയും പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ മുഖ്യമന്ത്രിയായിട്ട് പോലും പരിഗണിക്കാൻ സാധ്യതയുള്ള അപൂർവ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട TP രാമകൃഷ്ണനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഫാത്തിമ തഹ്ലിയ അവിടെ ജയിച്ചത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ സംഭവിക്കുന്നു. വലിയ അട്ടിമറിയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ അവിടെ ധർമ്മടത്ത് വലിയ ഭീഷണിയാണ് അബ്ദുൾ റഷീദ് കൊടുത്തത്, വലിയ ഭീഷണിയാണ് കൊടുത്തത്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും വലിയ വലിയ അട്ടിമറികളാണ് നടന്നിരിക്കുന്നത്. 15-ലധികം മന്ത്രിമാരാണ് തോറ്റിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു CPM-ൻ്റെ എല്ലാ മന്ത്രിമാരും തോക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല. ബാലഗോപാലിൻ്റെയൊക്കെ വരാനുണ്ട്. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പം മന്ത്രിയായിരുന്നില്ല, നേരത്തെ മന്ത്രിയായിരുന്നവരെയൊക്കെ വരാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ അത്ഭുതമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 104 സീറ്റെന്ന് പറഞ്ഞാൽ സതീശൻ പോലും 100 സീറ്റേ പറഞ്ഞോളൂ. അതിനും അപ്പുറം 104 സീറ്റിലേക്കുള്ള ഒരു തരംഗം തന്നെ, ഒരു സുനാമി തന്നെ, ഒരു കൊടുങ്കാറ്റ് തന്നെ, ഒരു റോക്കറ്റ് വിജയമാണ് നമ്മൾ പറയുന്നത്. വളരെ വലിയ വിജയമാണ് ഉണ്ടായത്. അതിൽ അട്ടിമറി വിജയങ്ങളെന്ന് പറയുന്നത് ചെറിയ അട്ടിമറിയല്ല, ഒന്നൊന്നര അട്ടിമറിയാണ്. ഈ ഫാത്തിമ തഹ്ലിയെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ കൂടെ ചെയ്തിരുന്നു. ഇനി ലീഗ് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് അവരെ പഞ്ചായത്ത് മന്ത്രിയാക്കുമോ? കാരണം ഒരു വനിതയ്ക്ക് കൊടുത്തുകൊണ്ട് ആദ്യമായി പഞ്ചായത്ത് മന്ത്രിസ്ഥാനം ഫാത്തിമ തഹ്ലിയയ്ക്ക് കൊടുക്കുമോ? അങ്ങനെയാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതും കൂടി സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകട്ടെ.